മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ പച്ചക്കല്ലെല്ലാം മരതകമല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ ശിവാസിലാണ്. സർ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ. വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ മരതകത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ മെൻഷൻ ചെയ്ത് പോയി. പോയിരുന്നു. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു നമ്മുടെ ഇൻബോക്സിൽ. കാര്യം ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു കല്ലാണെന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഇത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എമറാൾഡ് എന്ന് പറയുന്ന കല്ല്, മരതകം എന്നൊക്കെ അതിനെ പറയാറുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായ രത്നമാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ആ എനർജി നമ്മുടെ ബോഡിയിലോട്ട് കടത്തി വിടാനുള്ള ഒരു ആറ്റമിക് സ്ട്രക്ചർ ഉള്ള കല്ലാണിത്. ബുധൻ പ്രത്യേകമായിട്ടും നമ്മുടെ നോളജ്, മെമ്മറി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുട്ടികൾക്ക് വിദ്യാഭ്യാസമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറയുന്നത്. എങ്കിലും നമുക്ക് എല്ലാ കുട്ടികൾക്കും ഈ മരതകം അനുയോജ്യമാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും ബർത്ത് ടൈമൊക്കെ അനുസരിച്ചിട്ട് മാത്രമേ കല്ല് വാങ്ങി ധരിക്കാവുള്ളൂ. അപ്പോൾ ഈ മരതകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഹാർഡ്നെസ് കുറഞ്ഞ കല്ലാണ്. അപ്പോൾ ഈ മരതകത്തിനകത്ത് ഒരുപാട് ഫ്ലോസ് കാണും, നാച്ചുറലായിട്ട് ഒരുപാട് ഫ്ലോസ് കാണും. ഈ ഫ്ലോസ് കാണുമ്പോൾ ആൾക്കാർ എപ്പോഴും ഇതിനകത്ത് പാടുകളും മാർക്കുകളൊക്കെ ഉണ്ടെന്ന് പറയും. അതാണ് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഐഡൻറ്റിറ്റി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കല്ല് എല്ലാം മരതകമല്ല, പച്ചക്കല്ലുകൾ ധാരാളം ഉണ്ട്, വില കുറഞ്ഞ കല്ലുകളുണ്ട്. അപ്പം നല്ല ഒരു ലാബിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി വാങ്ങി നമ്മൾ ധരിക്കാനായിട്ട് ശ്രമിക്കണം. സർ, ഇതിൽ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്? ഇതെല്ലാം ഒറിജിനൽ രത്നങ്ങളാണ്. എന്നാൽ ഇത് കണ്ടാലും തിരിച്ചറിയാൻ തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇതിൻ്റെ പേര് അവൻചുറൈൻ എന്നാണ് ഈ കല്ലിൻ്റെ പേര്. ഇത് കണ്ടാൽ കറക്റ്റ് മരതകം പോലെ ഇരിക്കും. ഇത് നമ്മൾ മൗണ്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ എമറോൾഡാണെന്ന് വിചാരിക്കും. കാരണം സാംബിയയിൽ നിന്നും ഒക്കെ വരുന്ന ചില കല്ലുകൾ വളരെ ഡാർക്കായിട്ടുള്ള കല്ലുകളാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ വില കുറവാണ്. അപ്പം നമ്മൾ കല്ലുകൾ കണ്ടിട്ട് അതിൻ്റെ കളറ് കണ്ടിട്ട് അതിൻ്റെ ക്വാളിറ്റിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ തീരുമാനിക്കരുത്. അതറിയാവുന്നവർക്കും നല്ല നല്ല നോളജ് ഇതിനെക്കുറിച്ചുള്ളവർക്കും നിന്ന് മാത്രം ഈ കല്ലുകൾ സെലക്ട് ചെയ്യാനും ധരിക്കാനും ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ലൈഫ് ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അടുത്ത ജനറേഷന് കൈമാറേണ്ടതാണ്. ജംസ് ആർ മെൻ ഫോർ ജനറേഷൻ ടു ജനറേഷൻ. ഉണ്ണികൃഷ്ണൻ ശിവാസിൽ അമൂല്യങ്ങളായ രത്നങ്ങൾ കൂടാതെ വേറെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ കരിങ്ങാലി, അതുപോലെ രുദ്രാക്ഷം, അങ്ങനെയുള്ള കുറേയധികം പ്രോഡക്ട്സ് ഉണ്ട്. ഈ രത്നങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ രുദ്രാക്ഷത്തിലും ഇപ്പം ധാരാളം ഫേക്ക് നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഒറിജിനൽ രുദ്രാക്ഷം തിരിച്ചറിയാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ, രുദ്രാക്ഷം കട്ട് ചെയ്യുമ്പോൾ 5 ഫേസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 5 ചേമ്പേഴ്സും അതുപോലെ 5 സീഡ്സും ഉണ്ടാവും. ഇപ്പോൾ 8 ഫേസ് ആണെങ്കിൽ 8 ചേമ്പേഴ്സ് ഉണ്ടാവും, അതിൻ്റെ 8 സ്വീറ്റ്സും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ശിവാസിൽ ബൾക്കായിട്ട് രുദ്രാക്ഷങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് എല്ലാ പർച്ചേസിലും ചെയ്യുന്ന ഒരു കാര്യമാണിത്. റാൻഡമായിട്ട് നമ്മളിങ്ങനെ രുദ്രാക്ഷം കട്ട് ചെയ്ത് നോക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മളത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാറുള്ളൂ. രുദ്രാക്ഷം പോലെ തന്നെ നമുക്ക് കരിങ്ങാലി, ബീഡ്സുകളുടെ ബാൻഡുകൾ, കോപ്പർ, ബ്രാസ് ഐറ്റംസ് ഒക്കെ ശിവാസ് ജ്വല്ലറിയിൽ അവൈലബിൾ ആണ്. രുദ്രാക്ഷം ആണെങ്കിലും കരിങ്ങാലി ആണെങ്കിലും നമുക്ക് സിൽവറിലും ഗോൾഡിലൊക്കെ അവൈലബിൾ ആണ്, മാലയായിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം ഡബിൾ കെട്ട്, അതായത് 2 ലെയർ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കമ്പി ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കൂടുതലും സ്ട്രോങ് ആയിട്ടും ലാസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വില മാത്രം നോക്കിയിട്ട് ഈ വക പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളും ഇത് എത്രത്തോളം സ്ട്രോങ് ആണ്, എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. ഉണ്ണികൃഷ്ണൻ ശിവാസിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രത്നമോ കല്ലോ ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എളുപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനൊരു കൺസൾട്ടേഷൻ ഉണ്ടാവും ആദ്യം. അപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ സാർ ഉണ്ടാവും, ഇല്ലെങ്കിൽ സാറിൻ്റെ മകൾ ലക്ഷ്മി ഉണ്ടാവും. ഇവർ രണ്ടുപേരും ജെമോളജിസ്റ്റ് ആണ്. അപ്പോൾ അവരെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും നമുക്കിത് അനുയോജ്യമാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ സാറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം, അഡ്വൈസ് എടുക്കാം. ഇവിടെ മാത്രമല്ല, നാട്ടിൽ കോട്ടയത്തും ഔട്ട്ലെറ്റ് ഉണ്ട്.